പണ്ട് ഭൃഗുമഹർഷിയുടെ പുത്രനായ ച്യവനൻ അതികഠിനമായ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. വർഷങ്ങൾ എത്ര കടന്നുപോയെന്ന് പോലും അദ്ദേഹം അറിഞ്ഞില്ല. മണ്ണും ചെളിയും വള്ളിച്ചെടികളും അദ്ദേഹത്തെ പൂർണ്ണമായും മൂടി. ശരീരത്തിൽ ഉറുമ്പുകൾ കൂടുകൂട്ടി ഒടുവിൽ ഒരു കുംഭത്തിന് സമാനമായ വലിയ കൂമ്പാരമായി അദ്ദേഹം മാറി. കണ്ണുകൾ മാത്രം നേരിയ തോതിൽ പുറത്തേക്ക് കാണാമായിരുന്നു. ഒരിക്കൽ ഇന്ദ്രദ്യുമ്നൻ രാജാവിന്റെ പുത്രിയായ സുകന്യ തോഴിമാരുമായി കാട്ടിൽ കളിക്കുമ്പോൾ ഈ ഉറുമ്പു കൂമ്പാരം കണ്ടു. എന്താണതെന്നറിയാതെ ആകാംക്ഷയോടെ അവൾ ഒരു മരക്കമ്പെടുത്ത് അതിൽ കുത്തിനോക്കി. അപ്രതീക്ഷിതമായി ആ കൂമ്പാരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞു. കമ്പ് മഹർഷിയുടെ കണ്ണിലാണ് കൊണ്ടതെന്ന് മനസ്സിലാക്കിയ രാജാവും സൈന്യവും ഭയന്നുപോയി. മഹർഷിയുടെ കോപം ഭയന്ന് രാജാവ് സുകന്യയെ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. സുകന്യയ്ക്ക് വിഷമുണ്ടായിരുന്നെങ്കിലും പിതാവിന്റെ വാക്ക് അനുസരിച്ച് അവൾ വൃദ്ധനും രോഗാതുരനുമായ ച്യവന മഹർഷിയെ വിവാഹം കഴിക്കുകയും സ്നേഹത്തോടെയും ഭക്തിയോടെയും ശുശ്രൂഷിക്കുകയും ചെയ്തു. സുകന്യയുടെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതരായ സൗന്ദര്യത്തിലും വൈദ്യശാസ്ത്രത്തിലും പ്രഗത്ഭരായ അശ്വിനി ദേവന്മാർ ച്യവന മഹർഷിയെ കാണാനെത്തി. അവർ മഹർഷിക്ക് യൗവനം തിരികെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അതിനു പകരമായി യജ്ഞത്തിൽ ഒരു ഭാഗം ആവശ്യപ്പെട്ടു. ച്യവനൻ സമ്മതിച്ചപ്പോൾ അശ്വിനി ദേവന്മാർ മഹർഷിയെ ഒരു പ്രത്യേക കുളത്തിൽ ഇറക്കി മുങ്ങാൻ ആവശ്യപ്പെട്ടു. മഹർഷി മുങ്ങി നിവർന്നപ്പോൾ മൂന്നുപേരും അശ്വിനി ദേവന്മാരുടെ അതേ സൗന്ദര്യത്തിലും യൗവനത്തിലും പുറത്തുവന്നു. സുകന്യ ആശയക്കുഴപ്പത്തിലായി. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ പരാശക്തിയായ ജഗന്തികയെ പ്രാർത്ഥിച്ചു. ദേവിയുടെ അനുഗ്രഹത്താൽ അവൾക്ക് ഒരു സൂചന ലഭിച്ചു. യഥാർത്ഥ ദേവന്മാർ കണ്ണ് ചിമ്മാറില്ല. ഈ സൂചന ലഭിച്ചയുടൻ സുകന്യ മൂന്നുപേരെയും നിരീക്ഷിക്കുകയും കണ്ണ് ചിമ്മാത്ത രണ്ടാളിൽ നിന്ന് കണ്ണ് ചിമ്മുന്ന ഒരാളെ, തന്റെ ഭർത്താവായ ച്യവന മഹർഷിയെ, തിരിച്ചറിയുകയും ചെയ്തു. ഈ പരീക്ഷണം സുകന്യയുടെ പതിവ്രതധർമ്മത്തെയും ഭക്തിയെയും തെളിയിക്കുന്ന ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഈ യൗവനം വീണ്ടെടുക്കാൻ അശ്വിനി ദേവന്മാർ ഉപയോഗിച്ച രസായനമാണ് പിന്നീട് ച്യവനപ്രാശം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇന്നും ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രസായനങ്ങളിൽ ഒന്നാണിത്.